ഞങ്ങളിപ്പോൾ ഉള്ളത് തായ്ലൻഡിലാണ്. തായ്ലൻഡിലെ ഫുക്കറ്റിലാണ് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഫുക്കറ്റില് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഈവനിങ് ആണ്. ഇവിടെ ഒരു മാർക്കറ്റിൽ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മാർക്കറ്റിൽ ഫുഡ് കഴിച്ച് അടിച്ചു പൊളിക്കാനാണ് വന്നിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്, ഫുഡ്, അയ്യോ എന്ത് വേണം, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഭയങ്കര വെറൈറ്റിയാണ്. ഞങ്ങൾ കുറച്ചൊക്കെ ഓൾറെഡി കഴിച്ചു. അപ്പം അതെല്ലാം നല്ല ടേസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഡ്രസ്സും ചപ്പൽസും അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ വന്ന ടൈമിൽ അധികം ക്രൗഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ക്രൗഡ് കൂടി വരുന്നുണ്ട്. നൈറ്റ് ആവും തോറും ക്രൗഡ് കൂടുന്നു തോന്നുന്നു. ഞങ്ങൾ ആക്ച്വലി ബീച്ചിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ മാർക്കറ്റിൽ കയറിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് എത്തുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും ഇവിടെ നിന്ന് തന്നെ ഫുൾ സ്പെൻഡ് ചെയ്ത് തീർക്കും. അപ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകൾ നടന്നു കാണാം. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ പേര്. ഇത് അകത്തേക്കൊക്കെ ഉണ്ട്. ഇത് മാർക്കറ്റിൻ്റെ പുറത്തേക്ക് മാത്രമേ ഞങ്ങളിപ്പോൾ നടന്നിട്ടേ ഉള്ളൂ. ഇനി അകത്തേക്ക് നമുക്ക് പോകണം. ജസ്റ്റ് നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങി അടിച്ചിട്ട് പോവാം. ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഞങ്ങളെല്ലാം ഓരോ ഐറ്റംസ് വെച്ച് വാങ്ങിച്ച് എല്ലാവരും കൂടി കഴിച്ച് നോക്കുകയാണ്. ഇവിടെ എന്തോ ചിക്കൻ്റെ ഒരു സംഭവം ഉണ്ട്, നോക്കി നോക്കാം. ഓക്കെ, ചെമ്മീനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതുപോലെ ചിക്കനും ഉണ്ട്, ഫ്രൈ ചെയ്തതാണ് തോന്നുന്നു. ഇതാ ഇവിടെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലൈവായിട്ട്. ഇതാ ഇപ്പുറത്ത് നമുക്ക് ബാർബിക്യൂസ് ആണോ, സ്ക്വിഡ്, പിന്നെ അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയോ ഫിഷസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് സെലക്ട് ചെയ്തിട്ട് അവർ അതിനനുസരിച്ചിട്ട് മസാല എല്ലാം തേച്ച് നമുക്ക് റെഡിയാക്കി തരും. നമ്മൾ ഫുഡിൻ്റെ ഫ്രൂട്ട്സ് സെക്ഷൻ അങ്ങനെ കുറച്ചുകൂടി നീക്കി കഴിഞ്ഞിട്ട് മൊത്തം സീ ഫുഡിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ. വലിയ ലോബ്സ്റ്റർ, അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ, ഈ ഷെല്ലൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, ശംഖ ഉണ്ടോ? എന്തോ അത് ഐസ്ക്രീം എന്തോ തരുന്നുണ്ട് കേട്ടോ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഞങ്ങൾ ഷവർമ ആട്ടോ ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് പോകുന്നത്. ഉച്ചയ്ക്ക് നമ്മൾ ആക്ച്വലി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം കുറച്ച് വിശക്കുന്നുണ്ട്. അപ്പോൾ ഷവർമ കണ്ടപ്പോഴത്തേക്കും എനിക്ക് നല്ലതായിട്ട് തോന്നി. പക്ഷേ ഒരെണ്ണം നമുക്ക് വാങ്ങിച്ചൊന്ന് നോക്കാം ഫ്ലേവർ എങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് എല്ലാം ട്രൈ ചെയ്യണ്ടേ. അപ്പം നമ്മൾ ഓരോന്നായിട്ട് വാങ്ങാം. നമ്മളത് ചക്ക വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ചക്കയാണ്. പിന്നെ അതുപോലെ ഇതാ മിക്സഡ് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഷവർമയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ, നല്ല ടേസ്റ്റ്. അടിപൊളി ചക്ക. ഇത് കഞ്ചാവ് കടയാണ് അമ്മേ. തായ്ലൻഡ് കഞ്ചാവ് കട. നമുക്ക് കേറി നോക്കിയാലോ. ഇപ്പൊ നിൽക്കുന്നത് ഒരു കഞ്ചാവ് കടയ്ക്കുള്ളിലാണ്. ഇവിടെ ഇത് ലീഗലാണ്, ഒരു കോമഡി എല്ലാവരും വാങ്ങിച്ചൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ പെർമിഷനൊക്കെ ചോദിച്ച് കയറിയിട്ടുണ്ട്. ആൽമണ്ട്, ഇവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഇത് കഞ്ചാവാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ബട്ട് പിന്നെ അതാ കഞ്ചാവിൻ്റെ കുറേ ഇത് വലിക്കുന്ന സാധനങ്ങൾ അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇൻഹെയിൽ ചെയ്യുന്ന എന്തൊക്കെയോ സംതിങ് ആണ്, ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഇതാ ഇവിടെ ഇതിൻ്റെ ചെടികൾ പല രൂപത്തിൽ ഭാവത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇവിടെ നമുക്ക് ഇനി പോകാം. അങ്ങനെ കഞ്ചാവ് കടയിൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഫുഡിലേക്ക് തന്നെ പോകാം. ആദ്യമായി കഞ്ചാവ് കണ്ടു. കഞ്ചാവ് കടയിൽ നേരിട്ട് കഞ്ചാവൊക്കെ കണ്ടു. പല വെറൈറ്റീസ് ഓഫ് കഞ്ചാവ്. ട്രൈ ചെയ്ത് നോക്കിയാലോ അമ്മേ? ട്രൈ ചെയ്ത്. അയ്യോ കഞ്ചാവല്ല മൈക്ക.
ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്വിഡും അതുപോലെ ബാർബിക്യൂ ചെയ്യാനായിട്ടുള്ള ഐറ്റംസൊക്കെ അവിടെ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഫ്രൈ ചെയ്യാം. 10 തായ് ബാത്ത് എന്തോ ഉള്ളൂ തോന്നുന്നു ഇതിന്. ഇവിടെ എന്തെങ്കിലും സാമ്പിൾ തരും കേട്ടോ ടേസ്റ്റ് ചെയ്യാനായിട്ട്. കരിക്ക് തണുപ്പിച്ചൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. നല്ലതാണ്. എനിക്കെന്തിനും തൊണ്ടവേദന ചുമയ്ക്കതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഓക്കെ, നമുക്ക് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. ടോപ്പിംഗ്സ് ഒക്കെ നമുക്ക് ആവശ്യം പോലെ ആഡ് ചെയ്യാം. എടുത്തോ എല്ലാവരും. മിക്സ് വിത്ത് കോക്കനട്ട്. എല്ലാവരും കൂടി കൊള്ളാം. നല്ല ഇവിടെ മുതലിറച്ചിയൊക്കെ ഉണ്ട്. മുതലയുടെ തല അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് മുതലയുടെ മീറ്റ് വരുന്നത്. പിന്നെ അതുപോലെ ഒരുപാട് വെറൈറ്റി തവളയുണ്ട്. അതുപോലെ ഇതാ ചിക്കൻ്റെ പറയണ എന്താണെന്ന് എനിക്കറിയില്ല, ആ സാധനമൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഇനി ഇത് ഇവിടേക്ക് പോയി നോക്കാം. എനിക്കൊന്ന് മൊമോസ് എന്തോ ആണെന്ന് തോന്നുന്നു. ഹോട്ട് ഡോഗ്, ചീസ്, ഫ്രൈഡ് ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിഗിൻ്റെ അപ്പുറത്ത് മസാലാസൊക്കെ തേച്ചിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ വെച്ചേക്കാണ്. നമ്മൾ പറയുന്ന അനുസരിച്ച് അവർ കുക്ക് ചെയ്ത് ചൂടോടണം. ഇത് പിഗാണ്, ഫുൾ പിഗിൻ്റെ ഇതാണ്. കണ്ടോ, അവർ നല്ല ചൂടായിട്ട് ഗ്രില്ല് ചെയ്ത് തരും. സ്മെല്ലൊക്കെ കൊള്ളാം. നമുക്ക് കഴിച്ചു നോക്കാം പയ്യെ, അവസാനം ആവട്ടെ. ഇതാ ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഇവിടെ തന്നെ കട സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിഗൊക്കെ ഇരിക്കുന്നുണ്ടോ? പിഗ് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ പിഗൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഫുഡെന്ന് വെച്ചാൽ ഇവിടെ വരും ഫുഡിൻ്റെ കൊള്ളയാണ്. മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇപ്പം വിശപ്പടക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബീച്ചിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന് വിശപ്പാവുമ്പോൾ തിരിച്ചു വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഇപ്പം നമ്മൾ പത്തോങ് ബീച്ചിലേക്ക് പോകുന്നതിന് മുൻപായിട്ടുള്ളൊരു സ്ട്രീറ്റിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻലി ഇവിടെ കൂടുതലായിട്ടുള്ളത് ഫുഡിൻ്റെ ഷോപ്പ്, അതുപോലെ തന്നെ മസാജിൻ്റെ ഷോപ്സ്, പിന്നെ കഞ്ചാവിൻ്റെ കടകളാണ്. ഇവിടെ ഒത്തിരി കഞ്ചാവിൻ്റെ കടകളുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ മറ്റേ ഈ സിഗരറ്റൊക്കെ ചുമ്മാ നമ്മളുടെ നാട്ടിൽ കപ്പലണ്ടിയൊക്കെ വിൽക്കാൻ നടക്കുന്ന പോലെയാണ്. ഈവൻ പെണ്ണുങ്ങളടക്കം വിൽക്കാൻ നടക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെ അടുത്ത് വന്നിട്ട് വേണോ ചോദിക്കും. നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് നടന്നു പോകുകയാണ്. അങ്ങനെ അതാ നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ബീച്ചിലെത്തിയപ്പോൾ ഇവിടെ എന്തോ ഒരു സൂംബ ഡാൻസ് പോലൊരു ഡാൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഐ തിങ്ക് ഇവരുടെ ഏതോ ആൾക്കാരുടെ ജസ്റ്റ് ഒരു പ്രസൻറ്റേഷൻ പോലെ എന്തോ ആയിരുന്നു. സോ അതിനുശേഷം ഞങ്ങളുടെ ബീച്ചിൽ ഇവിടുത്തെ മണലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ബീച്ചിലെ മണലിൽ ചവിട്ടി നടക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ഞങ്ങൾ ചുമ്മാ അവിടുത്തെ ഒരു ഷോപ്പിംഗ് ഏരിയയിലേക്കൊക്കെ പോയി. അപ്പോൾ അവിടുത്തെ ഡ്രസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടുതലും ബീച്ച് വൈബ് ആൻഡ് അങ്ങനത്തെ ഒരു കൾച്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മോഡ് ഓഫ് ഡ്രസ്സൊക്കെ ബിക്കിനി മോഡലൊക്കെയാണ്. നമ്മൾക്ക് അവിടെ നിന്ന് ചെന്ന് വാങ്ങാനായിട്ട് പറ്റിയ രീതിയിലുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ നമുക്ക് അവിടെ അത് ഓൾറെഡി നമ്മൾ കണ്ട് നമുക്ക് അങ്ങനെ അപ്പോൾ അങ്ങനെ ഡ്രസ്സ് ഇട്ട് നടക്കുന്നു അയ്യോ അങ്ങനെ നമ്മുടെ നാട്ടിലുള്ളൊരു മൈൻഡ് സെറ്റേ അല്ല. അവിടെ ചെല്ലുമ്പോൾ ഫുൾ മാറും. എൻ്റെ വീട്ടുകാർക്ക് പോലും മാറി, അതാണ് സത്യം. പിന്നെ നമുക്ക് ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. സൗത്ത് ഇന്ത്യൻ ഇല്ല, കൂടുതൽ നോർത്ത് ഇന്ത്യൻ ആണ്. പക്ഷേ നമുക്ക് അത് ചപ്പാത്തിയും റൊട്ടിയൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ KFC കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒത്തിരി നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ മിസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അതായത് ഒരു കഞ്ചാവിൻ്റെ കടയാണ്. പിന്നെ ഒരുപാട് പബ്സ് ഉണ്ട് കേട്ടോ. ലൈറ്റ് ആകുമ്പം, അതായത് ഞങ്ങളൊരു 9:30 ഒക്കെ ആയപ്പോൾ ഈ സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോഴത്തേനും പബ്ബും കാര്യങ്ങളൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ ഞങ്ങൾ 1 AM 2 AM ഇതിനൊക്കെ ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ഈ സ്ട്രീറ്റ് ലൈവായിട്ടുണ്ടായിരുന്നത്. അതായത് പബ്ബും പിന്നെ സ്ട്രീറ്റ് ഫുഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് എപ്പോഴും തിരക്ക് തന്നെയാണ്. അങ്ങനെ എല്ലാവരുടെയും കൂടുതലും പബ്ബും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഓപ്പൺ ആവുന്നതെന്ന് തോന്നുന്നു. ഡാൻസും പാട്ടും ലൈറ്റും ബഹളമൊക്കെ അപ്പോഴായിരുന്നു ശരിക്കും കണ്ടിരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ മെയിൻലി എന്ന് പറയുന്നത് ഇവിടെ ഈ ഗ്രാബ് വിളിച്ചിട്ട് 2 വീലേഴ്സിലൊക്കെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് കൂടുതലും കണ്ടിരുന്നത്. പിന്നെ മെയിൻ അട്രാക്ഷൻ നമ്മുടെ ഫുഡ് തന്നെയാണ്. ഇവിടെ നമുക്ക് ലൈവായിട്ട് ആനിമൽസ്, ഫിഷസ്,
ആനിമൽസ് ഇല്ല, ഫിഷസ്, മെയിൻലി ഫിഷസ്, സീ ഫുഡൊക്കെയാണ് ഇങ്ങനെ ലൈവായിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മളത് പറയുന്നതനുസരിച്ചിട്ട് അവരെടുത്ത് തന്നെ കുക്ക് ചെയ്ത് തരും. പിന്നെ അതുപോലെ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള സംഭവം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഇഷ്ടം പോലെ. നമ്മൾ പറയുന്നതനുസരിച്ചിട്ട് അവർ ഗ്രില്ല് ചെയ്ത് തരും. ഈ ഗ്രില്ലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും വെക്കുന്നില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളൊരു ചെറിയ പീസ് ഓഫ് ചിക്കൻ വരെ എത്ര മിനിമം ഒരു 1 ഹവറെങ്കിലും വെച്ചിട്ടാണ് മൊരിച്ചാണ് കഴിക്കുന്നത്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് മാത്രമാണ് അവർ വെച്ച് നമുക്ക് തരുന്നത്. അതുപോലെ നമുക്ക് ധാരാളം കട്ട് ഫ്രൂട്ട്സ്, ഫ്രഷ് ജ്യൂസസ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. അത് ഭയങ്കര ഒരു ആശ്വാസമാണ്. കാരണം അവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വെള്ളം ദാഹിക്കും. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് കുടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ട് തോന്നും. എൻ്റെ എല്ലാ ഫ്രൂട്ട്സും ജ്യൂസസും ഭയങ്കര സ്വാദാണ്. അത് നമുക്ക് കുടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഫ്രൂട്ട് പീസസൊക്കെ നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നൈറ്റ് ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പോർക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. പോർക്ക് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മളൊരു വലിയ ഫിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫിഷിൻ്റെ റിയാക്ഷനാണ് നിങ്ങൾ കാണേണ്ടത്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. ഇത് പോർക്കാണ്. ആദ്യം നമുക്ക് ഇത് കഴിച്ചു നോക്കാം. അതായത് ഒരു ഡിപ്പിലെല്ലാം മുക്കിയിട്ട് കഴിച്ചു നോക്കാം. കുഴപ്പമില്ല, ആ സൂപ്പിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ പോർക്കിന് പ്രത്യേകിച്ച് ഫ്ലേവറും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഫിഷിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫിഷിനെ കണ്ടിട്ട് വലിയ സുഖമൊന്നും തോന്നണില്ല. കഴിച്ചു നോക്കാം. ഒരു ഉണക്കമീൻ്റെ ചോകയുണ്ട്. ഇവിടെ നമ്മുടെ പിന്നിലൊരു ബോക്സിങ് ചാമ്പ്യൻഷിപ്പ് എന്തോ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭയങ്കര ഒച്ചപ്പാടുണ്ട്. കേൾക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇത് നമ്മുടെ ടോം യോങ് സൂപ്പാണ്. ഇതിനകത്ത് കൊഞ്ചൊക്കെ കിടക്കുന്നുണ്ട്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. തേങ്ങാപ്പാലൊക്കെ ഇട്ട് വച്ചിട്ടെടുത്ത പോലെ ഉണ്ട് കാണാൻ. ഞാൻ ആക്ച്വലി നമ്മുടെ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ട്രൈ. കറക്റ്റ് മീൻകറി, നല്ല കുടമ്പുഴി ഇട്ട് വെച്ച മീൻകറി. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ജസ്റ്റ് ഇതിനകത്ത് പ്രിമ്പ് കഴിച്ചു നോക്കാം. ഞാൻ മീനിനകത്തൊന്നും പിടിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് കഴിക്കാം. കുഴപ്പമില്ല, നല്ലതാണ്. നൂഡിൽസ് കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴത്തിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ഒരു വലിയ മീൻ ഫ്ലോപ്പായിപ്പോയി. ഒരു കടുകെണ്ണയോ എന്തോ ഒരു യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കുത്തുണ്ട്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറയൂ.